ആദർശ് നയനയെ കാണാനായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. നയനയാണെങ്കിൽ ആദർശിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ആദർശേട്ടാ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ ഓക്കെയാണ്. നിന്റെ കാര്യം മാത്രമേ എനിക്ക് കുറച്ച് ടെൻഷനുള്ളൂ. നീ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കൊന്നും വേണ്ട. നല്ലപോലെ റെസ്റ്റ് എടുക്കണം. ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് ആദർശേട്ടാ. എന്നാ കനക പറയുന്നുണ്ട്, മോനെ, മോൾക്ക് മോളുടെ കാര്യത്തേക്കാൾ കൂടുതൽ ടെൻഷൻ ദേവയാനി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ. ചേച്ചിക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ? അവിടെ നോക്കാനൊക്കെ ആളെ വെച്ചിട്ടുണ്ടോ? ഇല്ല അമ്മേ, അമ്മയ്ക്ക് അനാമിക കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതിയെന്നാ പറയുന്നേ. പിന്നെ അപ്പച്ചിയും ഇളമയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ചേർന്ന് തന്നെയാ അമ്മയെ നോക്കുന്നത്. ആദർശേട്ടാ, അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണോ? അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പൊ പിന്നെ എല്ലാവരും ചേർന്ന് വിഷം കൂടുതൽ കൊടുക്കുകയല്ലേ? അതും ഇതൊക്കെ പറഞ്ഞ് നിന്നെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഉള്ള ദേഷ്യം കൂടെ കൂടുക. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഇത് ഓർക്കുമ്പോഴാ മോനെ എനിക്ക് പേടി. ഇനി മോളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക. അപ്പോഴേക്കും അമ്മയോട് കാര്യങ്ങളെല്ലാം പറയണം. മുത്തശ്ശൻ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയാത്ത കാരണ മുത്തശ്ശനോട് പറയാതിരുന്നത്. എന്നാ അനി തന്നെ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ, മോന്റെ മുത്തശ്ശൻ വന്നിരുന്നു. മോളോട് സമാധാനിപ്പിക്കുന്ന രീതിയിൽ എല്ലാം പറഞ്ഞിട്ടാ പോയത്. മുത്തശ്ശൻ തന്നെ എല്ലാം സാവധാനത്തില് ദേവയാനി ചേച്ചിയോട് പറയായെന്നാ പറഞ്ഞത്. അതെ അമ്മേ, എല്ലാം തുറന്നു പറഞ്ഞ് അമ്മ നയനയെ സ്വീകരിക്കും. അമ്മയായിട്ട് തന്നെ നയനയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. ഇനി വിളിച്ചില്ലെങ്കിലും നയനയെ വിളിക്കാൻ ഞാനുണ്ടല്ലോ. ഞാൻ കൊണ്ടുപോകും അനന്തപുരിയിലോട്ട്. എൻ്റെ ഭാര്യയായിട്ട് നയന അവിടെയാണ് കഴിയേണ്ടത് എന്ന് ആദർശ് പറയാണ്. മോൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴാ ഞങ്ങൾക്ക് കൂടുതൽ സമാധാനാവുന്നേ. നവ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങളുടെ ആദ്യം മാറിയിട്ടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം ദൈവം കൊടുക്കട്ടെ എന്ന് തന്നെയാ ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാം ശരിയാവും അമ്മേ. അമ്മ ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ഇറങ്ങുന്നുണ്ട്. ദേവയാനിയുടെ അടുത്തോട്ട് ജയൻ വരുന്നുണ്ട്. ആ, ജയേട്ടനോ? അല്ല ജയേട്ടാ, ഇന്ന് ആദർശിനെയും ജയേട്ടനെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഓഫീസിലോട്ട് പോയി. അപ്പൊ ആദർശോ? ആദർശ് നയനെ കാണാനായിട്ട് പോയതാ. നയനെ കാണാനായിട്ടോ? അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ നയനെ കാണാനൊന്നും ഇവിടുന്ന് പോവണ്ട എന്ന്. അവളുമായിട്ട് ഒരു ബന്ധവും ഇനി ആദർശിന് വേണ്ട. എന്താ ദേവി നീ പറയുന്നേ? അവളെ വീട്ടില് നിൽക്കാനായിട്ട് പോയതാ എന്ന് കരുതിയിട്ട് അവന്റെ ഭാര്യയല്ലാതാവോ? നീ പറഞ്ഞു വരുന്നത് എന്നേക്കുമായിട്ട് നയനയെ ഉപേക്ഷിക്കാനാണോ? ആദർശ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി നീയല്ല ആര് പറഞ്ഞാലും നയനയെ ആദർശ് ഉപേക്ഷിക്കില്ല. നിങ്ങളെ എല്ലാവരും അവള് മയക്കി വെച്ചിരിക്കുകയല്ലേ? എന്തു പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ സംസാരിക്കൂ? അതുകൊണ്ട് തന്നെയാ അവൾക്ക് ഇത്തിരി തലക്കരം കൂടുതൽ. അത് നിനക്കേ മോളെ നല്ലപോലെ മനസ്സിലാവാത്തോണ്ടാ. മോളെ അടുത്തറിയുന്നവരെല്ലാവരും മോളെ നല്ല രീതിയിലേ കാണൂ. മോശമായിട്ട് ഒരു വാക്ക് പോലും പറയില്ല. നീയും ഒരു ദിവസം മോളെ മനസ്സിലാക്കും. ആ ദിവസം അധികം വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നേ. നമുക്കൊരു മോളില്ലാത്ത സങ്കടം എനിക്ക് മാറിയത് നയനമോൾ ഇങ്ങോട്ട് വന്നപ്പോഴാ. ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാ നയനമോളെ കാണുന്നത്. നീയും അങ്ങനെ തന്നെ കാണണം. ജയേട്ടൻ അവളെ അങ്ങനെ കണ്ടോ? എനിക്കൊരിക്കലും അവളെ അങ്ങനെ കാണാൻ പറ്റില്ല. എൻ്റെ മരുമകളായിട്ടും മോളായിട്ടും ഞാൻ അംഗീകരിച്ചിട്ടുള്ളത് എൻ്റെ അനാമിക മോളെയാ. സ്വന്തം മരുമകളെ തഴഞ്ഞാ നീ അനാമികയെ തലയിൽ കയറ്റി വെക്കുന്നത്. ഒരു ദിവസം അവള് തന്നെ നിന്നെ എടുത്ത് താഴോട്ടിടും. അന്നേ നീ പഠിക്കൂ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ജേട്ടൻ കാണുന്നതല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അനാമിക മോളാ. എന്നെ നോക്കാനുള്ള മടിക്കായിരിക്കും നയന ഇങ്ങോട്ട് വരാത്തത്. എനിക്കൊരു കുറവില്ലാതെ എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അനാമിക മോളെയാ എനിക്ക് അവളേക്കാ പ്രിയം. നിന്നെ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും നിന്റെ തലയിൽ കയറില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നയനമോളെ പോലൊരു മരുമകളെ നിനക്ക് കിട്ടിയത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യ. അത് നീ തിരിച്ചറിയും. ജയേട്ടാ, അവളുടെ പേര് പറഞ്ഞ് വെറുതെ ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഞാനും ജയേട്ടനും എപ്പോഴും തെറ്റാറുള്ളത് അവളെ പേര് പറഞ്ഞിട്ടാ. അവളെക്കുറിച്ചുള്ള ഒരു കാര്യവും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ജയേട്ടാ. ജേട്ടനൊരു കാര്യം ചെയ്യേ, കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ ഈ റൂമിലിരുന്ന് ആകെ ബോറടിച്ചു. എപ്പോഴെങ്കിലുമൊക്കെ ജലജയും ജാനകിയും ഇങ്ങ് വരും. അവരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കും. നീ ഇങ്ങനെ ഈ റൂമിൽ തന്നെ അടച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കാമല്ലോ. ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം വ്യായാമമൊക്കെ ആവാ എന്നാ. ഇങ്ങനെ അടച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. ജേട്ടാ, എൻ്റെ ചാർജറൊന്നും കാണുന്നില്ല. ഡിസ്ചാർജ് ആവുന്നതിന് മുൻപേ ചാർജറും ഫോണും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിരുന്നു. പിന്നെ ചാർജർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിലായിരിക്കും. ജയേട്ടൻ ആ ബാഗ് ഒന്ന് എടുത്തു തരുമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജയൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് എടുത്ത് കൊടുക്കുന്നുണ്ട് ദേവയാനിക്ക്.
അങ്ങനെ ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ ദേവയാനിയുടെ ബാഗ് തുറന്ന് അതൊന്ന് ചാർജർ എടുക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു ഡയറി ശ്രദ്ധയിൽ പെടുന്നത്. എനിക്കിങ്ങനെ ഒരു ഡയറി ഇല്ലല്ലോ എന്നായിരിക്കും ദേവയാനി ഓർക്കുന്നത്. അത് നയനയുടെ ഡയറി ആയിരിക്കും. ഹോസ്പിറ്റലിൽ വെച്ച് ഡയറി മറന്നു പോയിരിക്കുകയായിരിക്കും നയനെ കൊണ്ടുപോവാൻ. അതെടുത്ത് ആദർശ് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോൾ അമ്മയുടെ ബാഗിലായിരിക്കും വെച്ചിരിക്കുക. ദേവയാനി അങ്ങനെ ഫോൺ ചാർജിലിടുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആ ഡയറി എടുക്കുകയാണ്. ഡയറി എടുത്ത് നോക്കുന്ന സമയത്ത് അത് നയനയുടെ ഡയറിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവളുടെ ഡയറി എന്തിനാ എൻ്റെ ബാഗിൽ കൊണ്ടുവച്ചിരിക്കുന്നേ എന്നും പറഞ്ഞ് ആ ഡയറി ടേബിളിൻ്റെ മുകളിലങ്ങ് വെക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അനാമിക വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു, മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ അനാമികയും എല്ലാവരും പോകുന്നുണ്ട്. ആകെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഡയറി ദേവയാനി എടുക്കുകയാണ്. എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. ഇവള് ഡയറിയൊക്കെ എഴുതോ, ഇവക്ക് എന്താ ഇപ്പം ഡയറിയിൽ എഴുതാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഓരോ പേജുകളായിട്ട് ഇങ്ങനെ മറക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ദേവയാനി ഇങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു. ഇങ്ങനൊരു വീട്ടിലോട്ട് എനിക്ക് കയറി വരാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അമ്മയെക്കുറിച്ചും ആദർശേട്ടന് ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറിയതിനെക്കുറിച്ചും ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. വായിച്ച് വായിച്ച് അവസാനത്തെ പേജ് വരെ എത്തുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് കൊടുത്ത കാര്യവും നാളെ അമ്മയ്ക്ക് ഞാൻ ലിവർ കൊടുക്കാൻ പോവാ, ഇനി എനിക്ക് ഡയറി എഴുതാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, ജീവനോടെ തിരിച്ചു വരുവാണെങ്കിൽ വീണ്ടും ഡയറി എഴുതും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ വായിച്ച് കണ്ണു നിറഞ്ഞായിരിക്കും ദേവയാനി നിൽക്കുന്നുണ്ടായിരിക്കുക. കാരണം ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തിട്ടാണ് നയനമോള് സ്വന്തം വീട്ടിലോട്ട് പോയതെന്ന് അറിയാതെയാണ് ഇത്രയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആദർശ് കയറി വരുന്നത്. അമ്മേ, ഇന്ന് അമ്മയെ കാണാൻ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ നയനയെ ഒന്ന് കാണാനായിട്ട് പോയതാ. അമ്മയ്ക്ക് അവളെ കാണാൻ പോകുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ അറിയാം. എന്നാലും അവളെൻ്റെ ഭാര്യയല്ല അമ്മേ. അമ്മയോട് ഞാൻ കള്ളം പറയാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നയനയെ കാണാൻ പോയതാന്ന് പറഞ്ഞ്. എന്താ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? എന്തു പറ്റി അമ്മേ എന്നൊക്കെ ചോദിച്ച് ആദർശം എടുത്തിരിക്കുകയാണ്. മോനെ, എനിക്ക് നയനയെ കാണണം. നയനയെ കാണണമെന്നോ? ഇത് നയനയുടെ ഡയറിയാ. ഇതെൻ്റെ ബാഗിൽ ദയവായിട്ട് എത്തിച്ചതായിരിക്കും. ഇത് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി അവളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന്. നിങ്ങളൊക്കെ എന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? നയനയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന്, എനിക്ക് ലിവർ തന്നത് നയനയാണെന്ന് എന്താടാ നീ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? അപ്പം എല്ലാവരും ഇതായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു ദിവസം നീ ഇതിനൊക്കെ കരയുമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അമ്മ എങ്ങനെ പ്രതികരിക്കുകയെന്ന് അറിയാതെയാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. നയന തന്നെയാ പറഞ്ഞത് അമ്മയോടൊന്നും പറയണ്ട. ഞാനാ അമ്മയ്ക്ക് ബ്ലഡും ലിവറൊക്കെ തന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കുക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നയന തന്നെയാ ഒന്നും അറിയിക്കേണ്ട എന്ന് പറഞ്ഞേ. മോനെ, നീ പോയി നയനയെ കൂട്ടിയിട്ട് വാ. അവള് ഇവിടെ നിൽക്കണ്ടേ? അവരുടെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ കുറവല്ലേ മോനെ? നീ അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. എനിക്ക് അവളെ ഒന്ന് കാണണം. അല്ലമ്മേ, അവള് പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സൗകര്യമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്തായാലും എനിക്ക് അവളെ കാണണം ആദർശേ. എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവാ. അമ്മ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവളെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഈ സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് അത്ര സേഫ് അല്ല അമ്മേ. അതുകൊണ്ടാ. എന്തായാലും അമ്മയെല്ലാം അറിഞ്ഞ് അവളെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം. ഇത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. അവർക്കൊക്കെ ഇക്കാര്യം അറിയോ? അവരോട് പറഞ്ഞിട്ടുണ്ടമ്മേ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു അവസാനമാണ് ഞാൻ അറിയുന്നത്. അല്ല, ഇവിടെ ബാക്കി ആരും അറിഞ്ഞിട്ടില്ല. അവരൊക്കെ അറിഞ്ഞ അമ്മയോട് വന്ന് പറയുമെന്ന് കരുതിയിട്ട് ആരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. എന്നോട് ദൈവം പോലും പൊറുക്കില്ല ആദർശേ. അത്രയും വലിയ തെറ്റാ ഞാൻ മോളോട് ചെയ്തത്. അവളെ എന്തൊക്കെ പറഞ്ഞാ ഞാൻ കുറ്റപ്പെടുത്തിയത്? ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അധികം വൈകാതെ മോളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം എന്ന് ദേവയാനി പറയുന്നുണ്ട്.